എന്ത് മഴയാണെന്നറിയോ, നമ്മുടെ തോടൊക്കെ ദാണ്ടെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെ ഫുള്ള് നമ്മുടെ മരങ്ങളും പൂക്കളും എല്ലാം കുളിച്ച് നനഞ്ഞിരിക്കുക. ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ഞാനും രാഹുലേട്ടനും കൂടി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ദാ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നറിയാം, മഴ കൊണ്ട് ഫുള്ള് പോവും. എന്നാലും അങ്ങ് ഇട്ടു. പിന്നെ പുതിയ റെയിൻകോട്ട് കിട്ടിയിട്ടോ, ഒരു 100 രൂപയുടെ റെയിൻകോട്ടാണേ. അപ്പോൾ ഇത് ഞാനും രാഹുലേട്ടനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദാ പിത്തൂനെ കൂട്ടാതെ ഇറങ്ങി. കാരണം അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ഫുള്ള് നനയുമെന്നോ നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് പട്ടാമ്പിയിലേക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. പിന്നെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കേടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടു. എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പട്ടാമ്പിയിലുള്ള സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി നമ്മൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഈ വട്ടം ഡ്രസ്സും കാര്യമൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. ഫുള്ള് രാഹുലേട്ടൻ്റെയും പൃഥുവിൻ്റെയും ഡ്രസ്സിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെ രാഹുലേട്ടൻ എന്താ ഒരു 2 ടീഷർട്ടൊക്കെ നോക്കിയിട്ട് വന്നു. അപ്പോൾ ഈ ഷർട്ടും പാൻറ്റും ഒക്കെ നോക്കിയിട്ട് പുള്ളി ഏതെടുത്തതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ടീഷർട്ടും കൂടി ആ ജീൻസിന് ചേർന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു തൃപ്തി വരാത്ത കാരണം ഞാൻ പിന്നെ രാഹുലേട്ടനോട് പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പോൾ എടുക്കണ്ട, പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. പുതിയ കളക്ഷൻ വരുമ്പോൾ എടുക്കാം, അല്ലേ വേറെ ഏതെങ്കിലും സ്റ്റുഡിയോ പോകുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ട്രയൽ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അവിടെ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അവിടുത്തെ കാജൽ നല്ല കേട്ടോ. അപ്പോൾ ആ കാജലും പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനൊരു സെക്കൻഡ് സ്റ്റഡ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ ഒരു ചെരുപ്പും കൂടി നോക്കിയിരുന്നു. അത് പിന്നെ ബില്ലൊക്കെ അടിച്ചതിന് ശേഷമാണ് കേട്ടോ വാങ്ങിയത്. കാരണം രാഹുലേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ചെരുപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ബില്ല് അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി ഒരു ചെരുപ്പ് എടുത്തായിരുന്നു കേട്ടോ. ഇതാ ഈ ഒരു ചെരുപ്പാണ് എടുത്തത്. കുറച്ചൊരു ഹീൽസും കൂടി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അതാണ് എടുത്തത്. പിന്നെ മഴയത്തും ഇടാൻ കൊള്ളാവേ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതിലും വലിയ മഴയായിരുന്നു ഗൈസ്. ഒടുക്കത്തെ മഴയെന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴ. രാഹുലേട്ടനാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അവിടെ ഉടുപ്പിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങളൊരു ചായക്കടയിൽ കയറിയിട്ട് ഇതാ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മഴയത്ത് നല്ല ചായയും മുട്ട ബജ്ജിയൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബായ്.